വെൽക്കം ബാക്ക് ടു അട്ടപ്പാടിക്കാരി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ കൂടുതറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഒരു പാട്ടും കൂടി ആവാല്ലേ കൂടുതറയെ കുറിച്ചിട്ട്. കൂകുതോ മേഘുതോ കൂകാൻ ജോറേ മുപ്പനത്ത് ബസാത്തി കൂകാൻ ജോറേ കൂകുതോ മേഘുതോ കൂകാൻ ജോറേ വണ്ടരുത് ബസാത്തി കൂകാൻ ജോറേ പട്ടം വരക്കേറി പട്ടണം പത്ത സോകേ പാപ്പി സോരേ തങ്ക പാപ്പി സോരേ പട്ടം വരക്കേറി പട്ടണം പത്ത സോകേ പാപ്പി സോരേ തങ്ക പാപ്പി സോരേ. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അട്ടപ്പാടിയില് കിഴക്കോട്ട് ഒഴുകുന്ന രണ്ട് പുഴകളുണ്ട്. ഒന്ന് ഭവാനിപ്പുഴയും ശിരുവാനിപ്പുഴയുമാണ്. ഇപ്പൊ ഞാനുള്ളത് തന്നെ ഭവാനിപ്പുഴയും ശിരുവാനിപ്പുഴയും ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത്. അതാണ് നമ്മുടെ കൂടുതറ. അതുകൂടാതെ ശിരുവാനിപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഏഷ്യയിൽ തന്നെ ധാതു സമ്പന്നമായ പുഴയാണ് നമ്മുടെ ശിരുവാനിപ്പുഴ എന്ന് പറയുന്നത്. ഈ രണ്ട് പുഴകളും ഭവാനിപ്പുഴയും ശിരുവാനിപ്പുഴയും കൂടി ചേർന്ന് നേരെ ഇതിലൂടെയാണ് പുല്ലൂർ ഡാമിലേക്ക് പോയി മേട്ടുപ്പാളയം പോയി അങ്ങനെ അത് കാവേരി പുഴയിൽ പോയിട്ട് അവസാനിക്കും. അപ്പൊ എന്ത് മനോഹരമാണല്ലേ ഈ പുഴ ഒഴുകുന്നത് കാണാൻ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ശരിക്കും ഇതേപോലെ ഭവാനിപ്പുഴയും ശിരുവാനിപ്പുഴയും സംഗമിക്കുന്ന സ്ഥലത്തിലേക്ക് വന്ന് കാണാവുന്നതാണ്. ആ സ്ഥലം ഞാൻ ഒന്നും കൂടി മെൻഷൻ ചെയ്യാം. ഇത് നമ്മുടെ കൂടുതറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ശിരുവാനിപ്പുഴയും ഭവാനിപ്പുഴയും കൂടി വന്ന് സംഗമിക്കുന്നത്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾനാടമാട്ടം കാര്യങ്ങളൊന്നും. പിന്നെ വൈകുന്നേര സമയങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടേക്ക് ആന വരാനുള്ള നല്ല സാധ്യതയുണ്ട്. 100% ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വൈകുന്നേര സമയത്ത് ഒരു 6 മണി 7 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മറ്റേ ആനകളൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഭവാനിപ്പുഴയും ശിരുവാനിപ്പുഴയും. അപ്പോ ക്യാമറയിൽ അത്രയ്ക്ക് ക്ലിയർ ഇല്ലെങ്കിൽ പോലും ഇതിൽ വെള്ളം കലങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഞാനിപ്പോ ലൈവായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ എത്ര വലിയ ശുദ്ധമായ വെള്ളമായാൽ പോലും മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കലങ്ങിപ്പോകും. അതാണ് ഗൈസ് ഇപ്പൊ നമ്മുടെ ശിരുവാനിപ്പുഴയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കലങ്ങി വരുന്ന വെള്ളം നമ്മുടെ ശിരുവാനിപ്പുഴയും അപ്പുറത്ത് നല്ല തെളിഞ്ഞു വരുന്ന വെള്ളം ഭവാനിപ്പുഴയുമാണ്. അപ്പൊ രണ്ടിന്റെ വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ. അല്ലാത്ത സമയത്ത് ഇത് രണ്ടും ഒരേപോലെ നല്ല തെളിഞ്ഞ് നല്ല ശുദ്ധമായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുകൂടാതെ ശരിക്കും PSCയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഭവാനിപ്പുഴയും ശിരുവാനിപ്പുഴയും സംഗമിക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കൂടുതറ എന്നുള്ളൊരു ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSC ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൂടുതറയ്ക്ക് വരാൻ തോന്നി. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടൊരു വീഡിയോ ഒക്കെ ആക്കി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുഴുവനും അട്ടപ്പാടിയെ മുഴുവനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ചിലപ്പോ വിചാരിക്കും അയ്യാ ഇനി ഭവാനിപ്പുഴയോ ശിരുവാനിപ്പുഴയോ ഒന്നിക്കുന്ന സ്ഥലത്തൊക്കെ ഇനി ഞാൻ എങ്ങനെ വരും, അതും ഇനി കൂടുതലൊക്കെ ഇനി വണ്ടി കയറി ബസ് കയറി ഇങ്ങനെയൊക്കെ വരണം. ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. പൈസ ഒന്നും ചെലവാക്കാണ്ട് നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ ഞാൻ ഫ്രീ ആയിട്ട് അട്ടപ്പാടിയുടെ വിശേഷം കാര്യങ്ങൾ അറിയിക്കാം. അതല്ലാതെ ഇപ്പൊ എല്ലാവർക്കും ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല. ഇപ്പൊ ട്രിപ്പ് അടിക്കാനും ട്രാവലൊക്കെ പോകാൻ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. അട്ടപ്പാടിയിലെ കൂടുതറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഭവാനിപ്പുഴയും ശിരുവാനിപ്പുഴ സംഗമിക്കുന്ന സ്ഥലം കാണാനായിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഞാൻ നമ്മുടെ ചാനലിലൂടെ അട്ടപ്പാടിയെ കുറിച്ചുള്ള വിശേഷം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിക്കും. പിന്നെ അട്ടപ്പാടിയെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ചില ആൾക്കാർക്ക് ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അട്ടപ്പാടിയെ കുറിച്ച് അറിയണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അട്ടപ്പാടിയെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ അത് ഉറപ്പായിട്ടും അതും ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അട്ടപ്പാടിക്കാരി കൂടുതറയിൽ നിന്ന് വിട വാങ്ങുകയാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാ വീഡിയോയിലും ഞാൻ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ പറയണു. അതുകൊണ്ട് ബെല്ലടിക്കാൻ ഇനി അടിച്ചു പൊട്ടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം അട്ടപ്പാടിക്കാരി.